الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പ്രിയ സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 78-ാമത്തെ ആയത്താണ് ഇന്നലെ ഇവിടെ വിശദീകരിക്കപ്പെട്ടത്. ഇനി 79-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. ഇന്നലെ 78-ാമത്തെ ആയത്തിൽ ബനു ഇസ്രായേൽ വിഭാഗങ്ങളിൽ ചില അക്ഷരജ്ഞാനമില്ലാത്ത ആളുകളുണ്ട്. അവർക്ക് ചില വ്യാമോഹങ്ങളെക്കുറിച്ചല്ലാതെ അല്ലെങ്കിൽ വ്യാമോഹങ്ങളല്ലാതെ വേദഗ്രന്ഥത്തെക്കുറിച്ച് ഒന്നും തന്നെ അവർക്കറിയുകയില്ല. അവർ ഊഹിക്കുകയാണ് ചെയ്യുന്നത്. അവർ ഊഹിക്കുക അല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല എന്ന കാര്യമാണ് എന്ന ആയത്താണ് ഇന്നലെ വിശദീകരിച്ചത്. അതിനെ തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫവൈലുൻ ലില്ലദീന യക്തുബൂന അൽ കിതാബ ബിഐദീഹിം ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. فويل അപ്പോൾ കഷ്ടമാണ്, നാശമാണ്, ലില്ലദീന യാതൊരു കൂട്ടർക്ക്, യക്തുബൂന അവർ എഴുതും, അൽ കിതാബ ഗ്രന്ഥത്തെ, ബി ഐദീഹിം അവരുടെ കൈകൾ കൊണ്ട്, സുമ്മ യഖൂലൂന പിന്നെ അവർ പറയും, ഹാദാ ഇത്, മിൻ ഇൻദില്ലാഹി അള്ളാഹുവിന്റെ പക്കൽ നിന്നാണ്, ലിയഷ്തറു അവർ വാങ്ങുവാൻ, ബിഹി അതിന്, അതുമൂലം,
ലിയഷ്തറൂ ബിഹി അതുമൂലം അവർ വാങ്ങുവാൻ, സമനൻ വില, ഖലീലൻ തുച്ഛമായ, ഫവൈലുൻ അപ്പോൾ ആകയാൽ കഷ്ടം, ലഹും അവർക്ക്, മിമ്മാ കതബത് എഴുതിയതിനാൽ, ഐദീഹിം അവരുടെ കൈകൾ, വവൈലുൻ കഷ്ടവും ഉണ്ട്, ലഹും അവർക്ക്, മിമ്മാ യക്സിബൂൻ അവർ സമ്പാദിക്കുന്നതിനാൽ. ഫവൈലുൻ അപ്പോൾ കഷ്ടമാണ്, നാശമാണ്, ലില്ലദീന യാതൊരു കൂട്ടർക്ക്, യക്തുബൂന അവർ എഴുതും, ബി ഐദീഹിം അവരുടെ കൈകൾ കൊണ്ട്, സുമ്മയഖൂലൂന പിന്നെ അവർ പറയും, ഹാദാ ഇത്, മിൻ ഇൻദില്ലാഹി അല്ലാഹുവിന്റെ പക്കൽ നിന്നാണ്, ലിയഷ്തറൂ ബിഹി അതുമൂലം വാങ്ങുവാൻ വേണ്ടി, സമനൻ വിലയെ, ഖലീലൻ തുച്ഛമായ, ഫവൈലുൻ അപ്പോൾ കഷ്ടമാണ്, നാശമാണ്, ലഹും അവർക്ക്, മിമ്മാ കതബത് എഴുതിയതിനാൽ, ഐദീഹിം അവരുടെ കൈകൾ, വവൈലുൻ കഷ്ടമാകുന്നു, ലഹും അവർക്ക്, മിമ്മാ യക്സിബൂൻ അവർ സമ്പാദിക്കുന്നതിനാൽ. അപ്പോ فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. അപ്പോൾ യാതൊരു കൂട്ടർക്കാണ് കഷ്ടം, അവർ തങ്ങളുടെ കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതുന്നു, പിന്നീട് ഇത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന് പറയുകയും ചെയ്യും, അതുമൂലം തുച്ഛമായ വില വാങ്ങുവാൻ വേണ്ടി. അങ്ങനെ അവരുടെ കൈകൾ കൊണ്ട് അവർ എഴുതിയത് നിമിത്തം അവർക്ക് കഷ്ടം, അവർ സമ്പാദിക്കുന്നത് നിമിത്തവും അവർക്ക് കഷ്ടം. فويل للذين يكتبون الكتاب بأيديهم فويل للذين فويل للذين ഫവൈലുൻ എന്നത് തൻവീനാണ്, തൻവീനു ശേഷം ലാമാണ്. അപ്പോൾ ഫവൈലുല്ലില്ലദീന അവിടെ തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട് മണിക്കാതെ ഓതണം അല്ലേ. ഇദ്ഗാം ബിലാ ഗുന്ന. ഫവൈലുല്ലില്ലദീന യക്തുബൂന ഫവൈലുല്ലില്ലദീന ദാലാണ്, ലില്ലദീന അതുപോലെ ലില്ല അവിടെ ആ സന്ദർഭത്തിലും ഫവൈലുല്ലില്ല മണിക്കാൻ പാടില്ല. ഫവൈലുല്ലില്ലദീന എന്നോതാൻ പാടില്ല എന്നർത്ഥം. ഫവൈലുല്ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം യക്തുബൂനൽ കിതാബ ബിഐദീഹിം യക്തുബൂനൽ കിതാബ ബിഐദീഹിം ബിഐദീഹിം ثم يقولون هذا മീമിന് ഷദ്ദാണ്, അതുകൊണ്ട് മണിക്കണം. ثم يقولون هذا من عند الله هذا من എന്നത് സുക്കുനായ നൂനാണ് അല്ലെ. നൂനിന് ശേഷം ഐനാണ്, ഇൽഹാർ ചെയ്യണം, മണിക്കാൻ പാടില്ല. എന്നാൽ അതിനുശേഷം വരുന്ന ഈ എന്നതിന് ശേഷം വരുന്ന നൂന്, ആ നൂനിന് സുക്കൂനാണ്, അതിനുശേഷം വരുന്ന അക്ഷരം ദാലാണ്, അവിടെ ഇഖ്ഫാ ചെയ്യണം. അപ്പോൾ ഒരു സ്ഥലത്ത് വ്യക്തമാക്കി ഓതണം, മണിക്കാതെ ഓതണം, മറ്റു സ്ഥലത്ത് മറച്ച് മണിച്ചോദനം. ثم يقولون هذا من عند الله ليشتروا به من عند الله നൂനിനെ ശരിക്ക് വെളിവാകാൻ പാടില്ല, അവിടെ
عند الله ليشتروا به ثمنا قليلا ليشتروا به تفخيمود قولي تشريكا ليشتروا به ثمنا قليلا തൻവീനു ശേഷം ഖാഫാണ് ഇഖ്ഫാഇന്റെ നിയമമാണ്. ലിയഷ്തറൂ ബിഹി സമനൻ ഖലീല അവിടെ വഖഫ് ചെയ്യാവുന്നതാണ്. പക്ഷേ സിലത്താണ്, ചേർത്തോതലാണ് ഔല എന്ന് അവിടെ കാണുന്നു അല്ലേ. അവിടെ ചേർത്ത് ഓതുക അതാകുന്നു നല്ലത്. എന്നാലും അവിടെ വഖഫ് ചെയ്യാവുന്നതാണ്. ഫവൈലുല്ലഹും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൻവീനു ശേഷം ലാം എന്ന അക്ഷരമാണ്. അതുകൊണ്ട് മണിക്കാൻ പാടുള്ളതല്ല, ഇദ്ഗാം ചെയ്യണം. ഫവൈലുൻ എന്നല്ല, ഫവൈലുല്ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുല്ലഹും മിമ്മാ യക്സിബൂൻ. വീണ്ടും ഇദ്ഗാം ബിലാ ഗുന്ന ആണ് കടന്നു വരുന്നത്. فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. ഇവിടെ ഫവൈലുൻ എന്ന ഫ ഇവിടെ വമിൻഹും ഉമ്മിയ്യൂന ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനിയ വഇൻഹും ഇല്ലാ യظുന്നൂൻ എന്ന ആയത്തിൽ ഒരു കാര്യം വിശദീകരിച്ചു കഴിഞ്ഞതിന് ശേഷം നേർക്കുനേരെ അതുമായി ബന്ധമില്ലാത്ത ഒരു കാര്യത്തിലേക്ക് പ്രവേശിക്കുന്നു. അതിനെ തുടർന്നുകൊണ്ടുള്ള ഒരു വിഷയമല്ല ഫ. അപ്പോൾ അവിടെ ഫ എന്നത് ഇസ്തിനാഫിന്റെ ഹർഫായിട്ട് കാണാൻ സാധിക്കും. ഫ ഹർഫ് ഇസ്തിനാഫാണ്. ഫ വൈലുൻ എന്ന് പറഞ്ഞാൽ നാശം. അപ്പോൾ നാശമാകുന്നു. വൈലുൻ നാശം. അവിടെ വൈലുൻ അത് മുബത്തദ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നാശം വൈലുൻ. മുബത്തദ ആണ്, അതുകൊണ്ടത് മർഫു ആണ്. സാധാരണ നിലക്ക് മുബത്തദ മർഫു ആയിട്ടാണ് കാണപ്പെടുക. ഫവൈലുൻ ലില്ലദീന. ലി എന്നത് ഹർഫ് ജർ അല്ലേ. ലി എന്നത് ഹർഫ് ജർ. പിന്നെ ലി കൂട്ടണം അല്ലദീനയാണ്. ഇതാണ് ലില്ലദീന. ലി കൂട്ടണം അല്ലദീന. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലദീന. എന്താണ് അല്ലദീ, അല്ലദാനി, അല്ലദീന അല്ലെ. അല്ലത്തി, അല്ലതാനി, അല്ലാത്തി. എന്താണ് ഇതെന്താ? ഇതെല്ലാം എന്താ? ഇസ്മ മൗസൂല, ഒരു ഇസ്മാണ്. അപ്പോ ലാമിന് ശേഷം ലാമ് ഹർഫ് ജറ്, ആ ഹർഫ് ജറിന് ശേഷം ഒരു ഇസ്മ വരുമ്പോൾ ആ ഇസ്മ ഒരു ജറിന്റെ അക്ഷരത്തിന് ഹർഫ് ജറിന് ശേഷം ഒരു ഇസ്മ വന്നാൽ ആ ഇസ്മ മജ്റൂറാണ് അല്ലെ. ഇസ്മ മജ്റൂറാകുന്നു. അപ്പൊ ഇവിടെ അല്ലദീന എന്നത് ഇസ്മ മൗസൂലാണ്. അല്ലദീന. പക്ഷേ
ജറായിരുന്നാലും നസ്ബായിരുന്നാലും അത് റഫ്ആയിരുന്നാലും അല്ലദീന എന്നത് അല്ലദീന തന്നെ, അതിൽ മാറ്റം വരില്ല. കാരണം അത് മബ്നിയാണ്. അല്ലദീന എന്ന് പറഞ്ഞാൽ മബ്നി, അതിന്റെ അവസാനത്തിൽ മാറ്റം വരാത്തത് എന്നർത്ഥം. അതാണ് മബ്നി എന്ന് പറഞ്ഞാൽ, അതിന്റെ അവസാനത്തിൽ യാതൊരു മാറ്റം വരില്ല. അപ്പൊ അല്ലദീന അത് അല്ലദീനി എന്നാവൂല, അല്ലദീനു എന്നാവൂല, അത് മബ്നിയാണ്. പക്ഷെ അത് ഹർഫ് ജർ അതിന് മുമ്പിലുള്ളത് കൊണ്ട് ശേഷം വരുന്ന ഇസ്മ എപ്പോഴും മജ്റൂർ ആയിരിക്കും. അപ്പോൾ അല്ലദീന മജ്റൂർ ആണ് എന്ന് പറഞ്ഞാൽ അത് ജറിന്റെ സ്ഥാനത്താകുന്നു. അതാണ് ഇസ്മു മൗസൂൽ മബ്നിയുൻ അലൽ ഫത്ഹി ഫീ മഹല്ല് ജർ, ഇസ്മ മജ്റൂർ ആയതുകൊണ്ട്. ഫവൈലുൽ ലില്ലദീന യക്തുബൂന, യക്തുബൂന യക്തുബൂന കതബ യക്തുബു, കതബ യക്തുബു. യക്തുബൂന ഫിഅൽ മുളാരിഅാണ്. യക്തുബൂന അവർ എഴുതുന്നു. എന്താണ് അതിന്റെ സീഗ? ഫവൈലുൽ ലില്ലദീന യക്തുബൂന. ജംഉ മുദക്കർ ഗായിബ്, ഗായിബ് മുദക്കർ ജംഉ അല്ലേ? ഗായിബ് മുദക്കർ ജംഉ ആകുന്നു. ഗായിബ് മുദക്കർ ജംഉ. ഫവൈലുൽ ലില്ലദീന യക്തുബൂന അവർ എഴുതുന്നു എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഫിഅൽ മുളാരിഅാണ്. ഫിഅൽ മുളാരിഅ മർഫൂ ആകുന്നു അല്ലേ? ബിസുബൂത്തിൻ നൂൻ. പിന്നെ അതിൽ യക്തുബൂന എന്ന അതിലെ വാവുൽ ജമാഅത്ത് അല്ലെ? യക്തുബൂന, യക്തുബൂന, യക്തുബു എന്ന് കഴിഞ്ഞതിന് ശേഷമുള്ള വാവുൽ ജമാഅത്ത്, അത് ളമീർ മബ്നിയുൻ അലൽ സുകൂനി ഫീ മഹല്ല് റഫ്അ ഫാഇൽ അല്ലേ? അപ്പോൾ ഇവിടെ യക്തുബൂന അവർ എഴുതുന്നു, അതിലുള്ള ഫാഇൽ ആരാണ്? ഇതിലുള്ള ഫാഇൽ ആരാണ്? ഇതിലടങ്ങിയിരിക്കുന്ന ഫാഇൽ ഫവൈലുൽ ലില്ലദീന യക്തുബൂന അവരാണ് അല്ലേ? അവര് ശരിക്ക് ആരാണ്? അല്ലദീനയാണ്. യാതൊരു കൂട്ടർക്ക് നാശം. ആ യാതൊരു കൂട്ടരാണ് എഴുതുന്നത്. യക്തുബൂന എന്ന ഫിഅൽ ചെയ്യുന്നത് ഈ അല്ലദീന എന്ന് പറഞ്ഞവരാണ്, യാതൊരു കൂട്ടരാണ്. അപ്പൊ അവിടെ അത് ഹും എന്ന സ്ഥാനത്തിലാണ്. ഹുവ ഹുമാ ഹും എന്ന സ്ഥാനത്താണ് ആ ഫാഇലായി വരുന്നത് ഹും എന്നവരാണ്. അപ്പോൾ ഒരു ഫിഅൽ ഉണ്ടാകുമ്പോൾ ഒരു ഫാഇൽ ഉണ്ടാവണം എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ഫിഅൽ ഉണ്ടാകുമ്പോൾ ഒരു ഫാഇൽ ഉണ്ടാവണം. അപ്പോൾ ഒരു ഫിഅൽ വന്നാൽ ഫിഅൽ മുളാരി ആവട്ടെ, ഫിഅൽ മാദി ആവട്ടെ, അത് അവിടെ ഒരു ഫാഇൽ ഉണ്ടായിരിക്കണം. അൽ കിതാബ, അൽ കിതാബ മഫ്ഊൽ ബിഹിയാണ് അല്ലേ? യക്തുബൂന എന്ന ഫിഅലിൽ നിന്നുണ്ടാകുന്ന മഫ്ഊലാണ് കിതാബ. എന്തിനെയാണ് എഴുതുന്നത്? ഫവൈലുൽ ലില്ലദീന, ഫവൈലുൻ അവർ, അപ്പോൾ നാശമാണ്. ലില്ലദീന യാതൊരു കൂട്ടർക്ക്, യക്തുബൂന അവർ എഴുതുന്നു, അൽ കിതാബ പുസ്തകത്തെ, ഗ്രന്ഥത്തെ, ഗ്രന്ഥത്തെ അവർ എഴുതുന്നു. ഇപ്പൊ ഗ്രന്ഥം എന്ന് പറയുന്നത് എന്താകുന്നു? മഫ്ഊൽ ബിഹിയാണ്. കാരണം എന്തിലാണോ ഈ കതബ യക്തുബു എന്ന ഫിഅൽ സംഭവിക്കുന്നത് അതാണ് അതിലുള്ള മഫ്ഊൽ ബിഹി. ആ മഫ്ഊൽ ബിഹി മൻസൂബാണ്. അതുകൊണ്ടാണ് അൽ കിതാബ എന്ന് പറയാനുള്ള കാരണം. മഫ്ഊൽ ബിഹി എപ്പോഴും നസ്ബ് ചെയ്യപ്പെടുന്നു. നസ്ബ് ചെയ്യപ്പെടാനുള്ള മുഫ്റദായി വരുന്ന ഒരു ഇസ്മിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ നിലക്ക് പിന്നെ അതിന് ഫത്ഹ് നൽകുകയാണ് ചെയ്യുന്നത്. യക്തുബൂനൽ കിതാബ ബിഐദീഹിം, ബിഐദീഹിം, ബി എന്നത് ബിഐദീഹിം അവരുടെ കൈകൾ കൊണ്ട്. യക്തുബൂനൽ കിതാബ അവർ ഗ്രന്ഥത്തെ എഴുതുന്നു, ബിഐദീഹിം അവരുടെ കൈകൾ കൊണ്ട്. ബി കൂട്ടണം, ഐദി
ബിഐദീഹിം 3 പദങ്ങളാണ്. ബി എന്നത് ഹർഫ് ജറാകുന്നു അല്ലേ, ഹർഫ് ജറാകുന്നു. ബിഐദീഹിം യദിൻ ജംഅ്, യദിന്റെ ബഹുവചനമാണ് ഐദ്. പിന്നെ ഹും എന്നത് അവർ, അവരുടെ. അപ്പോൾ ബി എന്നത് ഹർഫ് ജറാണ്. പിന്നെ ഐദീഹിം എന്ന് പറയുമ്പോൾ അത് ഇസ്മ മജ്റൂറായി മാറുന്നു, ഇസ്മ മജ്റൂറായി മാറുന്നു. അവിടെ ഒരു കസ്ർ ഐദ് എന്നുള്ളടത്ത് ഐദുൻ, യദുൻ ജംഅ്, ഐദ്. പക്ഷെ അത് ഹുമ്മിലേക്ക് ഇളാഫത്ത് ചെയ്തു വരുമ്പോൾ ഐദീഹിം എന്നാണ് എഴുതപ്പെടുന്നത്. ഐദീഹിം എന്നാണ് പറയപ്പെടുക. പക്ഷെ ഇവിടെ ബി ഐദി എന്നുള്ളിടത്ത് അവിടെ ഐദ് എന്നതിന് ഐദുൻ ബി ഐദി എന്നാണ് വരിക. പക്ഷെ അവിടെ അൽ കസ്റ അൽ മുഖദ്ദറയാണ്, മുഖദ്ദറയായ കണക്കാക്കപ്പെടുന്ന ഒരു കസ്ർ അവിടെ ഉണ്ട്. ബി ഐദി, ബി ഐദീഹിം അവരുടെ കൈകൾ കൊണ്ട്. ഇവിടെ ഐദീഹിം എന്നത് ഹും എന്നത് അവിടെ എന്താകുന്നു? മുളാഫ് ഇലൈഹിയാണ്. അവരുടെ കൈകൾ, ഐദീഹിം അവരുടെ കൈകൾ. എന്തായി മുളാഫ് ഇലൈഹി എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഐദീഹിം മുളാഫ് ഇലൈഹി എന്ന് പറയുമ്പോൾ അവരുടെ, ഇവരുടെ, അവന്റെ, എന്റെ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ മുഹമ്മദിന്റെ, അലിയുടെ, ഫാത്തിമയുടെ എങ്ങനെയൊക്കെ പറയുന്നതിനാണ് സാധാരണ നിലക്ക് മുളാഫ് ഇലൈഹി അല്ലെങ്കിൽ മുളാഫ് ഇലൈഹി എന്ന് പറയാം. അപ്പോൾ മുഹമ്മദിന്റെ പുസ്തകം എന്ന് പറയുമ്പോൾ മുഹമ്മദ് മുളാഫ് ഇലൈഹിയും മുഹമ്മദ് മുളാഫ് ഇലൈഹിയും പുസ്തകം എന്ന് പറയുന്നത് മുളാഫുമായിരിക്കും. മുഹമ്മദിന്റെ പുസ്തകം, കിതാബ് മുഹമ്മദിൻ എന്ന് പറയുമ്പോൾ അതാണ് മുളാഫ് ഇലൈഹി. അറിയാത്ത ആളുകൾ ശ്രദ്ധിക്കുക. അപ്പോ ഇവിടെ ഐദീഹിം എന്ന് പറയുമ്പോൾ ഹും എന്നത് ലമീർ മബ്നിയുൻ അല സുകൂൻ അല്ലേ, ഹും ഫി മഹല്ല ജർ മുളാഫ് ഇലൈഹി. അതാണ് ഇതിലെ ഹും ബി ഐദീഹിം അവരുടെ കൈകൾ കൊണ്ട്. സുമ്മ യഖൂലൂന, സുമ്മ പിന്നീട്, സുമ്മ പിന്നീട്. സുമ്മ എന്നത് ഹർഫ് അത്ഫാണ് അല്ലെ, അത്ഫിന് വേണ്ടി ഉള്ള സുമ്മ ഹർഫ് അത്ഫാണ്. സുമ്മ പിന്നീട്, എന്നിട്ട്, യഖൂലൂന അവർ പറയുന്നു, അവർ പറയും. ഫിഅൽ മുദാരി മർഫൂആണ്. യഖൂലൂന, ഖാല യഖൂലു, ഖാല യഖൂലു. അതിന്റെ മസ്ദറാണ് ഖൗലുൻ. അപ്പോൾ അത് ഖാല ഫിഅൽ മുദാരിയാണ്, മർഫൂ ആകുന്നു. യഖൂലു, ഖാല യഖൂലു. അപ്പോ സുമ്മ യഖൂലൂന, യഖൂലൂന എന്ന് പറയുമ്പോൾ അവർ പറയുന്നു. യഖൂലൂന അതിന്റെ സീഗ എന്താണ്? യഖൂലൂന എന്നത് യഖൂലൂന എന്നത് ഗായിബ്, ജംഅ മുദക്കർ ഗായിബാകും. അപ്പൊ യഖൂലൂന
അവർ പറയുന്നു, അല്ലെങ്കിൽ അവർ പറയും. ഹാദാ മിൻ ഇൻദില്ലാഹ്, ഹാദാ ഇത്. യഖൂലൂന ഹാദാ, ഹാദാ എന്നാൽ എന്താണ്? ഇസ്മ ഇഷാറ അല്ലേ? എന്താണ് ഹാദാ? ഇത് ഇസ്മ ഇഷാറയാണ്. മബ്നിൻ അല സുകൂൻ അല്ലേ? സുകൂനിൽ മബ്നിയാണ്. ഈ മഹല്ല് മുബ്തദ അല്ലേ? മുബ്തദന്റെ സ്ഥാനത്താണത് വരുന്നത്. في محل رفع مبتدا في محل رفع ناكا رفع എന്നത് വിട്ടുപോയിട്ടുണ്ട്. اسم إشارة مبني على السكون في محل رفع مبتدا. ثم يقولون هذا من عند الله. من എന്ന് പറഞ്ഞത് ഹർഫ് ജറാണ്. عند الله من عندي من عندي عند എന്ന് പറഞ്ഞത് ظرفാണ് അല്ലേ? ഇവിടെ من عندي എന്ന് പറയുമ്പോൾ ഇസ്മ ظرفي مجرور من عندي من حرف جر من عند الله. ഇവിടെ عند الله എന്ന് പറയുമ്പോൾ അല്ലാഹു എന്നത് ലഫ്ദുൽ ഇസ്മുൽ ജലാല ഇസ്മുൽ ജലാല മുളാഫ് ഇലൈഹി ഇസ്മുൽ ജലാല مضاف إليه مجرور. ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا ليشتروا به ثمنا قليلا ليشتروا 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 لي هذا لي لام التعليل ആണ്. لأن يشتروا اشترى يشتري اشترى يشتري ഏതാ വസന? നേരത്തെ പഠിച്ചതാണ് നമ്മൾ. ഷറ എന്ന അതാണ് അതിലെ അടിസ്ഥാന പദം ഷറ. പിന്നെ ഷറ എന്നതാണ് അതിലെ അടിസ്ഥാന പദം. അപ്പൊ അതിന്റെ വസന ഏതാണ്? ഇഷ്തറ. ഇഫ്തഅല വസനിലാണ് അത് വരുന്നത് അല്ലെ? അതാണ് ഇഷ്തറ എന്ന് പറയുന്നത്. ഇഷ്തറ യഷ്തരി എന്ന് പറയുമ്പോൾ യഷ്തരി, ഇവിടെ യഷ്തറൂന 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 അവർ വാങ്ങുന്നു ആണ് യഷ്തറൂന. അവർ വിലക്ക് വാങ്ങുന്നു, അവർ വാങ്ങുന്നു. അപ്പോൾ ഇവിടെ അന്ന് വന്നതുകൊണ്ട് അൻ എന്നത് അവിടെ കാണുന്നില്ല, പക്ഷെ അൻ അവിടെ സാങ്കല്പികമായിട്ട് ഉണ്ട്. അതുകൊണ്ട് അത് നവാസിബിൽപ്പെട്ടത് കൊണ്ട് അത് നൂനിനെ ഹദഫ് ചെയ്യുന്നു. അപ്പോ യഷ്തറു എന്നായി മാറുന്നു. അപ്പോ ലി യഷ്തറു
ലി യഷ്തറു ലാമ് തഅലീലിന്റെ ലാമാകുന്നു. ഫിഅൽ മുളാരി മൻസൂബാണ്. അപ്പോൾ യഷ്തറു എന്ന് പറയുന്നത് യഷ്തറു എന്നത് ഫിഅൽ മുളാരി മൻസൂബാകുന്നു. എങ്ങനെ നസ്ബ് ചെയ്യപ്പെട്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. യഷ്തറു ബിഹി സമനൻ ഖലീല. ബിഹി ബി എന്നത് ഹർഫ് ജറാകുന്നു. ബി എന്നത് ഹർഫ് ജറാകുന്നു. ബിഹി യഷ്തറു ബിഹി. ഇവിടെ ഹ എന്താണ്? അൽ ഹാഉ ضمير مبني على الكسر في محل جر. അല്ലേ? ബിഹി എന്ന് പറയുന്നതിലുള്ള ഹ അൽ ഹാഉ ضمير مبني على الكسر في محل جر. ليشتروا به ثمنا قليلا. ثمنا قليلا. اشترى يشتري. അവർ വിലക്ക് വാങ്ങുവാൻ. അവർ വാങ്ങുവാൻ. ബിഹി അതുകൊണ്ട്. അപ്പോൾ അവർ വാങ്ങുവാൻ എന്നുള്ളതിൽ നിന്ന് അവർ ലിയഷ്തറൂ ബിഹി. അവർ വാങ്ങുവാൻ. എന്തിനെ വാങ്ങുവാൻ? സമനൻ. സമനൻ. സമന് വില. സമനുൻ വിലയാണ്. ഇവിടെ സമനൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മഫ്ഊല് ബിഹി മൻസൂബാകുന്നു. അല്ലെ? മഫ്ഊല് ബിഹി മൻസൂബാകും. സമനൻ ഒരു വിലക്ക് വാങ്ങുവാൻ. സമനൻ ഖലീല. ഖലീല ഇവിടെ ഖലീൽ തുച്ഛം എന്നർത്ഥം. ഖലീലുൻ തുച്ഛം. ഖലീലുൻ എന്നാൽ തുച്ഛം എന്നാണ്. ഇവിടെ ഖലീലൻ. സമനൻ ഖലീലൻ. സമനൻ എന്നത് മൻസൂബായത് എന്തുകൊണ്ടാണ്? സമനൻ. സമനുൻ എന്നത് സമനൻ എന്നായി. കാരണം അത് മഫ്ഊലായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ശേഷം വരുന്ന അതിനെ വിശേഷിപ്പിക്കുന്ന നഅത്തായി വരുന്ന പദം, ആ നഅത്ത് മൻഊത്തിനെ ഇറാബിൽ പിന്തുടരുന്നു. അപ്പോൾ സമനൻ എന്ന് വന്നാൽ ഖലീലൻ, സമനുൻ എന്ന് വന്നാൽ ഖലീലുൻ, സമനിൻ എന്ന് പറഞ്ഞാൽ ഖലീലിൻ, അങ്ങനെ വരിക. അപ്പൊ നഅത്തെപ്പോഴും മൻഊത്തിനെ ഇറാബിൽ പിന്തുടരുന്നു എന്നാണ്. അപ്പൊ സമന ഖലീലൻ, ഖലീല, സമന ഖലീല. അപ്പൊ ഖലീല എന്ന് പറയുന്നത് നഅത്ത് മൻസൂബാകുന്നു എന്നാണ്. فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. ഹർഫ് അത്ഫായിട്ടാണ് തുടർന്നു കൊണ്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഫ. പിന്നെ വൈലുൻ. വൈലുൻ നേരത്തെ പറഞ്ഞതുപോലെ ഫവൈലുൻ നേരത്തെ പറഞ്ഞല്ലോ, അതേപോലെ തന്നെയാണ്. വൈലുൻ നാശമാകുന്നു. അത് മുബത്തദഇന്റെ മുബത്തദാകുന്നു അല്ലെ. വൈലുൻ മുബത്തദ മർഫൂ ആകുന്നു എന്നർത്ഥം. അപ്പോ ഫവൈലുൻ ലഹും അവർക്ക്. ഫവൈലുൻ ലഹും ലാമ് ഹർഫ് ജറാണ്. ഹും അവർ വമീറാണ്. മബ്നിയുൻ അല സുകൂനി ഫി മഹല്ല് ജർ അല്ലെ. ഫി മഹല്ല് ജർ. ഫവൈലുൻ ലഹും. വൈലുൻ മുബത്തദാണ് മർഫൂ ആണ്. പിന്നെ ലഹും ലാമ് ഹർഫ് ജർ. ഹും എന്നത് ضمير مبني على السكون في محل جر. കാരണം ഇസ്മ മജ്റൂറായി വരുന്നത് കൊണ്ട്. മിമ്മ. മിമ്മ മിൻ കൂട്ടണം മാ. മിൻ കൂട്ടണം മാ. അപ്പൊ മിൻ എന്നത് ഹർഫ് ജറാകുന്നു. ഹർഫ് ജറാകുന്നു. മാ എന്നത് ഇസ്മ മൗസൂലാണ്. മബ്നിയുൻ അല സുകൂനി ഫി മഹല്ല് ജർ. അങ്ങനെ മിൻ മാ. മിൻ മാ. അതാണ് മിമ്മ. മിൻ. മിൻ ഹർഫ് ജറാണ്. അതിനുശേഷം വരുന്ന മാ ഇസ്മ മൗസൂലാണ്. ആ ഇസ്മ മൗസൂല് മിന്ന് അതിനു മുമ്പിൽ വന്നതുകൊണ്ട് അത് ജറിന്റെ സ്ഥാനത്താകുന്നു. ഫി മഹല്ല് ജറാണ്. കാരണം അതിനു മുമ്പ് ഇസ്മ പിന്നെ ഹർഫ് ജർ കടന്നു വന്നതുകൊണ്ട്. അപ്പോൾ ഫവൈലുൽ ലഹും മിമ്മ കതബത് ഐദീഹിം. കതബത്
കതബ എന്ന് പറഞ്ഞാൽ എഴുതി. കതബത്ത് എന്നത് കതബത്ത് കതബത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ഥാനം എന്താണ്? ഫിഅൽ മാദി. അതിന്റെ സീഗ എന്താണ്? കതബത്ത്. ഗായിബ് മുഫ്രദ് മുഅന്നസ് അല്ലേ? ഗായിബ് മുഫ്രദ് മുഅന്നസ് ആണ്. ഫിഅൽ മാദി ഗായിബ് മുഅന്നസ് ആണ്, മുഫ്രദാണ്. അപ്പൊ അതുകൊണ്ട് കതബത്ത് എന്ന് പറയുമ്പോൾ അവൾ എഴുതി, ഹിയാണ്. ഇവിടെ കതബ എന്നത്, കതബ എന്ന ഫിഅലിലെ അതിലടങ്ങിയ ഹിയ അല്ലെങ്കിൽ അവൾ എന്ന ആ തഅനീസിന്റെ സ്ഥാനം. അപ്പൊ അതിലെ ഫാഇൽ ആരായിരിക്കും എന്നുള്ളതാണ്. ആരാണ് എഴുതിയത്? അവരുടെ കരങ്ങളാണ് എഴുതിയത്. അവരുടെ കരങ്ങളാണ് എഴുതിയത്. അതുകൊണ്ടാണ് അത് തഅനീസിന്റെ രൂപത്തിലേക്ക് വന്നിട്ടുള്ളത്. മിമ്മാ കതബത്ത് ഐദീഹിം, മിമ്മാ കതബത്ത് ഐദീഹിം. ഐദീഹിം എന്നത് എന്താകുന്നു എന്നത് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഞാനത് പറയുന്നില്ല. അവരുടെ കരങ്ങൾ. അത് ഇത് മുഅന്നസ് ആയതുകൊണ്ടാണ് കതബത്ത് തഅനീസിന്റെ സ്ഥാനത്തേക്ക് വന്നത്. അവർ എഴുതി എന്ന അർത്ഥത്തിലാണെങ്കിൽ മിമ്മാ കതബു ഫവൈലുൽ ലഹും മിമ്മാ കതബു എന്ന് മതി. അവർ എഴുതി, അവരാണ് എഴുതിയത്. പക്ഷെ എഴുതിയത് അവരുടെ കരങ്ങളാണ് എന്ന് സൂചിപ്പിച്ചത് കൊണ്ടാണ് ആ കരങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് ആ ഫിഅലിനെ തഅനീസിന്റെ സ്ഥാനത്തേക്ക് മാറ്റുന്നത്. മിമ്മാ കതബത്ത് ഐദീഹിം വവൈലുൻ. വ ഹർഫ് അത്ഫാണ്. വൈലുൻ വീണ്ടും വൈലുൻ നാശം. അത് മുബ്തദന്റെ സ്ഥാനത്ത് മുബ്തദ ആകുന്നു, മർഫു ആകുന്നു. ലഹും നേരത്തെ പറഞ്ഞതുപോലെ മിമ്മാ ലഹും അവർക്കുണ്ട്. മിമ്മാ യക്സിബൂൻ, മിമ്മാ യക്സിബൂൻ, യക്സിബൂൻ. കസബ സമ്പാദിച്ചു എന്നർത്ഥം. കസബ യക്സിബു, ഫഅല യഫ്ഇലു വസൻ. മസ്ദറാണ് കസ്ബ്. കസ്ബുൻ അതിന്റെ മസ്ദറാണ്, സമ്പാദ്യം. അപ്പോ വവൈലുൽ ലഹും മിമ്മാ കതബത്ത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. അപ്പോ യക്സിബു യക്സിബൂന ഫിഅൽ മുദാരിയാണ്. ഫിഅൽ മുദാരി മർഫൂ ആകുന്നു. ഫിഅൽ മുദാരി മർഫൂ ആകുന്നു. അപ്പോൾ അതിലടങ്ങിയ വാവുൽ ജമാഅത്ത് ളമീറുൻ മബ്നിയുൻ അലാ സുകൂനി ഫീ മഹല്ലി റഫ്ഇ ഫാഇൽ. അപ്പോൾ ഏകദേശം ഈ ആയത്തിന്റെ വ്യാകരണം എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് കരുതുന്നു. പ്രത്യേകമായി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നൂറുൽ ഖുർആൻ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്ത, നേരത്തെ അതിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മെയിൽ ചെയ്തവർക്ക് ഇന്നലെ ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട്. അതിനുള്ള പ്രതികരണം ബുധനാഴ്ചക്ക് മുമ്പായി 19-ാം തീയതിക്ക് മുമ്പായിട്ട് അറിയിക്കണം. അതിൽ ചില വിവരങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ആ വിവരങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി അയക്കുക, റിപ്ലൈ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ആർക്കെങ്കിലും രജിസ്റ്റർ ചെയ്തവരിൽ ആർക്കെങ്കിലും പിന്നെ എന്തെങ്കിലും മെയിൽ കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണമെന്ന് മാത്രം. നേരത്തെ ഇവിടെ ഒരു സഹോദരൻ ഷാജൽ, എന്താണ് ഷാജൽ ചോദിച്ച ഒരു സംശയമുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തെക്കുറിച്ച് UAE-യിലെ ഖുർആൻ ഹിഫ്ളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള UAE-യിലുള്ള ആളുകൾ ആർക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സംശയം തീർത്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ തീർത്തു കൊടുക്കുക. ഷാജൽ എന്ന ID-യിൽ നിന്ന് അദ്ദേഹം ചോദിച്ചത് UAE-യിൽ അവിടെ മദ്രസ ഉണ്ടോ എന്നുള്ളതാണ്.
അതൊന്ന് അദ്ദേഹത്തിൻ്റെ കുട്ടികളെ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഖുർആൻ ഹിഫ്ളാക്കുന്ന സ്ഥാപനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിവ് ധാരാളം വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും അത് ആ പഠനം നിലനിർത്തുവാനും അത് അവസാനം വരെ കൊണ്ടുപോകുവാനുമുള്ള ഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ കലാം അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഈ പഠനവും ഈ ഇരുത്തവും ഈ സമയവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നമുക്ക് ധന്യത വർദ്ധിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഈ പ്രവർത്തനങ്ങൾ അല്ലാഹു മാറ്റിത്തരുമാറാവട്ടെ. ദുനിയാവിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും മോഹിക്കാതെ, പ്രത്യേകിച്ചൊന്നും ആഗ്രഹിക്കാതെ, പരലോകം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.